ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഞാൻ കുറേ ദിവസമായിട്ട് ഈ ഒരു സംഗതി വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ ചെയ്യണോ വേണ്ട എന്നൊരു ഡൗട്ട് ഇങ്ങനെ അടിച്ച് ഇപ്പം രണ്ടും കൽപ്പിച്ചാണ് ചെയ്യുകയാണ്. എനിക്ക് ഇതിൻ്റെ ടൈറ്റിൽ വരുന്നത് ഇങ്ങനെയാണ്, എന്താണ്, രണാസുന ഒരു അമ്മയാണോ? രണാസുന ഒരു അമ്മയാണോ? കിച്ചുവിൻ്റെ അമ്മ രംഗത്ത് രേണുസുതി. ഇതാണ് ടൈറ്റിൽ. കാണാടാ നിങ്ങൾക്ക്? രാജ് ടോക്സ് എന്നുള്ള ഒരു യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ള സംഗതിയാണ്. ഞാൻ മൂപ്പരുടെ വീഡിയോസ് മുമ്പേ കണ്ടിരുന്നു. അപ്പോൾ എനിക്ക് രേണുസുതിയുടെ കാര്യം വന്നപ്പോൾ എന്നല്ല, അയാൾ ഈ സംസാരിക്കുന്നത് വളരെ എന്താ പറയുക, വല്ലാത്ത ക്രൂരമായ ഒരു മൈൻഡ് സെറ്റിലാണ് എനിക്ക് തോന്നിയ മുതൽ എനിക്കിത് കാണുമ്പോൾ ഭയങ്കര ട്രോമയാണ് വരുന്നത്. അത് മൂപ്പരുടെ വീഡിയോസിനോട് താല്പര്യമില്ല എന്നല്ല, പക്ഷേ അത് ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര വിഷയമാണത്. ഭയങ്കര ക്രൂരമായിട്ട് ഒരാളുടെ ജീവിതം തകർക്കുന്ന രീതിയിൽ ഒരാൾ ഒരു സംഗതി ചെയ്യുമ്പോൾ എനിക്കത് കേട്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇതിൽ ഇയാളുടെ ഇത് നമുക്കിതൊന്ന് കണ്ടു നോക്കാം കേട്ടോ, അതെന്താ അതിൻ്റെ അവസ്ഥ എന്ന്. ആദ്യം തമ്പിന് ക്യാപ്ഷൻ എടുക്കുക, രണാസുന ഒരു അമ്മയാണോ? രേണുസുതിനെ ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം വെച്ചേക്കാം, ഒരാൾ ഇരട്ടപ്പേരിട്ടിട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് പേരില്ലേ, ആ പേര് പറഞ്ഞ പോരെ. ഇയാൾ രാജ് ടോക്സ് ആണ്. ആളിപ്പോൾ രായപ്പൻ നമ്മൾ വിളിച്ചു വിചാരിക്കുക, രായപ്പൻ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്ക് രാജ് ടോക്സ് മൂപ്പർക്ക് എന്താ തോന്നുന്നുണ്ടാവുക? നമ്മളൊരവസ്ഥ ആലോചിച്ചു. രണാസുന ഈ സുന എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, പല ആളും സെക്ഷുവലൈസ്ഡ് ആയിട്ട് വേറൊരു രീതിയിലാണ് സംഗതി വരണത്. രണാസുന എന്ന് പറയുന്നത് മല്ലു റാപ്പർ ഇട്ട പേരാണല്ലേ. നിങ്ങൾ മല്ലു റാപ്പറിൻ്റെ കാര്യം നിൽക്കുക, ഇവർ കോമഡി എന്നുള്ള രീതിയിൽ പലതും ഇപ്പോൾ പറയണത് ഭയങ്കരമായിട്ടുള്ള ബോഡി ഷെയ്മിങ്, സെക്ഷുവലൈസ്ഡ് ആയ രീതിയിലാണ് പലതും അവർ കാണിച്ചുകൊണ്ടിരിക്കണത്. മല്ലു റാപ്പറിനെ ഉള്ള സമയത്ത് ഭയങ്കരമായിട്ട് എന്താ പറയുക ആസ്വദിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അവർ പല സാധനങ്ങളും സെക്ഷുവലൈസ്ഡ് രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്യണത്. ഈ രേണുസുതിയുടെ കാര്യത്തിൽ മാത്രമല്ല, പലതിലും. ഇപ്പോൾ ഒരു കാര്യം വെച്ചാൽ ബലൂണിൽ വെള്ളം നിറച്ച് രണ്ട് സൈഡിൽ ഇതിങ്ങനെ കുലിക്കുകൊണ്ട് ഇങ്ങനെ അതൊക്കെ എക്സ്പോസ് ചെയ്ത് ഇവരെന്താ അത് ഉദ്ദേശിക്കണത്? ബോഡി ഷെയിം ചെയ്യുന്നത്. ഇവിടെ പിന്നെ അതിനെ ആസ്വദിക്കണം ആളുകൾ. അപ്പോൾ അതാണ് ഇപ്പോൾ എല്ലാവരും ഇരിക്കുന്നത്, രണാസുന അല്ലേ, അങ്ങനെയല്ല പേര് വരണത്. ഇയാൾ പറയുന്നതൊക്കെ രണാസുന എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു കാര്യം കളിച്ചേക്കും. ഒരു സ്ത്രീനെ ഇപ്പം നമ്മളിപ്പോൾ സ്ത്രീനെ അല്ല, ആരെയും വ്യക്തിനെ ഒരു വട്ടം ഇപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അബദ്ധമായിരുന്നു. അല്ലെങ്കിൽ നമ്മളിപ്പം എന്താ പറയുക, നാവുളിക്കുകയെന്നോ എന്തോ പറയില്ലേ, അതിനെന്താ പറയുക, വശപ്പശക്കോ അങ്ങനെ എന്തോ ഒരു സാധനം വരൂലേ, സ്ലിപ്പ് ഓഫ് ടങ്ക് എന്നൊക്കെ പറയില്ലേ, അതുപോലെ വിചാരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇൻറ്റൻഷനലി ചെയ്യുന്നതാണ്. രണാസുന ഒരു അമ്മയാണോ? അപ്പോൾ അവരുടെ മാതൃത്വത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. കിച്ചുവിൻ്റെ അമ്മ രംഗത്ത്. കിച്ചുവിൻ്റെ അമ്മ ആരാ? കിച്ചുവിൻ്റെ അമ്മ മരിച്ചില്ലേ? പിന്നെ കിച്ചുവിൻ്റെ അമ്മ രംഗത്ത് വരാൻ പറ്റുമോ? ആത്മാവിന് വരാൻ പറ്റുമോ? കിച്ചുവിൻ്റെ അമ്മ രംഗത്ത്. കിച്ചുവിൻ്റെ ആര്? കിച്ചുവിനെ ചെറുപ്പത്തിൽ വളർത്തിയിട്ടുള്ള, കുറച്ച് കാലം നോക്കിയിട്ടുള്ള ഒരു സ്ത്രീ വരികയാണ്. അവരുടെ നല്ല മനസ്സ്, അവർ വരികയാണ്. കിച്ചുവിനെ വളർത്തിയല്ലോ കുറച്ച് കാലം. അപ്പോൾ കിച്ചുവിൻ്റെ അമ്മ ആക്കിയിട്ട് അവരെ മാറ്റി. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നത്? കൃത്യമായ അജണ്ട ഇതിലുണ്ട്, പ്രൊപ്പഗാൻഡ ഉണ്ട് ഇല്ലേ. രേണുസുതിക്ക് എതിരായിട്ടാണ് ഇവർ ഇതൊക്കെ ആയുധമായിട്ട് ഉപയോഗിക്കുകയാണ്. പിന്നെ ഇതിൽ വരണ സ്ത്രീയുടെ ഒരു കാര്യമുണ്ട് കേട്ടോ, അവർ പാവമാണ്, പക്ഷേ അവർ പലരുടെയും കളിപ്പാവയാണ് തോന്നണം. ബിരൻ ഇതിൻ്റെ അവസാനം വെച്ച് പറയുന്നുണ്ട്, താജും വീണയും ഞാനും കൂടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അത് അവർക്ക് തന്നെയുള്ള ഭാര്യയായി മാറി. അത് താഴെ വരുന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് പ്രൊപ്പഗാൻഡ വെച്ച് അജണ്ട വെച്ചിട്ട് രേണുസുതിനെ തകർക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. ആ പേര് തന്നെ മാറ്റിയായിരുന്നു, രേഷ്മ തങ്കച്ചൻ. ശരി, രേഷ്മ തങ്കച്ചൻ പോട്ടെ, രേണുസുതി അല്ലെങ്കിൽ രേഷ്മ തങ്കച്ചൻ പേര്. അതായത് ആ സുധി എന്നുള്ള പേര് ഇവർക്ക് ഒഴിവാക്കണം. ശരി, ബിരാണല്ലോ. ഒരാളുടെ പേര്, ഭർത്താവിൻ്റെ പേര് സ്വന്തം പേരിൽ നിന്ന് മാറ്റണം എന്ന് ഇവർ ആഗ്രഹിക്കുമ്പോൾ എന്താ ഇവരുടെ ഒരു ഉദ്ദേശം? എന്താ? രേണുസുധി അത് മാറ്റി രേണു തങ്കച്ചെന്നും കൂടിയല്ല, രേഷ്മ തങ്കച്ചൻ. എന്നിട്ട് ആ രേഷ്മ തങ്കച്ചൻ എന്നുള്ളത് എന്നിട്ട് ഇവരെന്താ കാണിച്ചു വെച്ചാൽ രണാസുന എന്നാക്കി മാറ്റിയാണ്. അപ്പോൾ ഒരു മഞ്ചന് ഇവർ ഈ മൂപ്പരൊക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇതൊക്കെ അതറിയാത്ത ഒരു ബോധമല്ലേ? ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന മഞ്ചന ഇതിന് സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളുള്ളതിന് ആറ്റിറ്റ്യൂഡിന് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ മനുഷ്യന്മാരുണ്ട് എന്നുള്ളതാണ്. ഇയാളുടെയൊക്കെ ഒരു എക്സ്പോഷർ ലെവൽ എന്താണ്? ഏത് ലോകത്തെ ജീവിക്കുന്നത്? വ്യക്തിത്വ ബോധം എന്നൊരു സാധനത്തിന് ഇയാൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ഇയാളെ നമ്മളിങ്ങനെ ഇരട്ടപ്പേരും വിളിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ചില ആൾക്കാർ കൊണയടി എന്നുള്ളൊരു പ്രയോഗമൊക്കെ ഉപയോഗിക്കൂലേ, ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇവർ ഈ വാക്കൊക്കെ വെച്ചിട്ടാണ് ഇവരുടെ കളികൾ. പക്ഷെ എന്ത് മനുഷ്യന്മാരാണ്. അതായത് ആളുകൾക്ക് രേണുസുതിനെ ഇഷ്ടമല്ല, അതുകൊണ്ട് രേണുസുതിനെ എങ്ങനെയെങ്കിലും പുകയ്ക്കാൻ വേണ്ടി ഈ ആളുകളുടെ ഇമോഷൻസിനെ കത്തിക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യും? അവസ്ഥ എന്ന് ആലോചിച്ചു. എന്തല്ലേ നമ്മൾ ഈ പലരും ഇങ്ങനെ ഗോസിപ്പ് പറയില്ല, അങ്ങനെയാണ് മറ്റോളം ഇങ്ങനെയാണ്. എനിക്ക് ഇതുപോലെയാണ് ഇവരെ വീഡിയോസ് കാണുമ്പോൾ പലരും തോന്നലിട്ടോ ഗൈസ്. ഇനി ഇതിലെന്താ പറയണ നോക്കട്ടോ. പ്രസവിച്ച കടമയുള്ളൂ, പക്ഷെ അവൻ്റെ അമ്മ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ
അമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്നോ? രേണുവിനെ എനിക്കറിയത്തില്ല. രേണുവിനെ സത്യം ഞാൻ ഇപ്പോഴും പറയും. ഈ യൂട്യൂബിൽ കിടന്ന് ഇങ്ങനെ ഒരു കാണിക്കുന്ന പ്രോഗ്രാം ഞാൻ കാണുന്നതല്ല, അതിനില്ല. ഇപ്പൊ കാണുന്നുണ്ടല്ലോ ഈ രേണു എന്ന് പറയുന്ന പുള്ളിക്കാരി ആയാലും അവന് സ്നേഹമായിട്ട് ഒരു വാക്ക് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒന്നും നെഞ്ചോട് അടക്കുന്നത് എപ്പോഴും പറയും. എന്റെ സൂചേരന്റെ മോനെ, എന്റെ മൂത്ത മോനെ. നമസ്കാരം. അങ്ങനെ കിച്ചുവിന്റെ യഥാർത്ഥ അമ്മ രംഗത്ത്. കിച്ചുവിന്റെ യഥാർത്ഥ അമ്മ രംഗത്ത് നിന്ന് ഫാക്ച്വലി ഇത് എററല്ലേ? ഇത് വസ്തുതാപരമായ കാര്യമാണ് ആള് പറയുന്നത്. കിച്ചുവിന്റെ യഥാർത്ഥ അമ്മ ഇവരാണോ? പക്ഷെ ഇവര് സ്ഥാപിച്ചെടുക്കുകയാണ്. യഥാർത്ഥ അമ്മ ഇന്ദു രംഗത്ത്. നിങ്ങൾക്കറിയാം കിച്ചുവിന്റെ അമ്മ എന്ന് പറഞ്ഞ ശാലിനിയാണ് അല്ലെ? ശാലിനി മരിച്ചുപോയ ശാലിനി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് കിച്ചുവിന്റെ അമ്മ. പക്ഷെ ഇപ്പോൾ ഒരാള് ശാലിനി പ്രസവിച്ചിട്ടേ ഉള്ളൂ, പക്ഷെ ഞാനാണ് യഥാർത്ഥ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇന്ദു എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ എന്തായാലും ഈ ചാനലിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കും. അതായത് നമ്മുടെ വീണയുടെ പിന്നെ ഇന്റർവ്യൂ നടന്ന അതേ ചാനലാണ്. ഞാൻ എന്റെ ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, പോയി കാണുക കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു സ്ത്രീ വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വട്ടം നമ്മുടെ താജുദ്ദീന്റെ പിന്നെ വീഡിയോക്കകത്ത് ഒരു സ്ത്രീയെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതായത് ശാലിനി പിന്നീട് ശാലിനി ഈ പറയുന്ന സ്തുതിയുമായി പിണങ്ങി പോയതിനു ശേഷം ഈ പറയുന്ന 4 വയസ്സുള്ള കിച്ചുവിനെ നോക്കാൻ വേണ്ടി ഒരാളെ നിർത്തിയിട്ടുണ്ട്. ഒരു 3-4 കൊല്ലം അവരാണ് വളർത്തിയത്. ആ അമ്മ എന്ന് പറയാം, അമ്മയാണ് ഇന്ദു. അവരാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അവര് പറയുന്ന സംഭവങ്ങൾ കുറച്ച് രേണുവിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ വൈകാരികമായിട്ട് പറയുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ശാലിനി അവന്റെ അമ്മയാണ്, 100% സത്യമാണ്. അല്ല വേറെ ആരുമല്ല അവന്റെ അമ്മ. ഈ ശിഖയല്ല, ഈ വീണയല്ല, ശാലിനി തന്നെയാണ് അവന്റെ അമ്മ. പക്ഷെ ശാലിനി അവനെ പ്രസവിച്ച കടമയുള്ളൂ. പക്ഷെ അവന്റെ അമ്മ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ശാലിനി പ്രസവിച്ചെന്ന് കടമ ശാലിനിക്കുള്ളൂ. പക്ഷെ അവന്റെ അമ്മ മരിച്ചിട്ടില്ല. ഞാൻ ജീവനോടെ ഇരിപ്പുണ്ട്. ഞാൻ ഇന്നലെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞു, നിന്റെ അമ്മ മരിച്ചിട്ടില്ല മോനെ, നിനക്ക് എന്തുണ്ടെങ്കിലും ഇനി നിനക്ക് എന്നോട് പറയാം, നീ ആരോടും ഇനി ഒന്നും പറയാൻ പോകണ്ട. പിന്നിപ്പോ ഇത് കാണുന്നവര് ചോദിക്കും, നീ ഇത്രയും കാലം എവിടെ ഇരുന്നടി? ഇങ്ങനെ ഞാൻ ഓരോരുത്തരും ചോദിക്കുന്നുണ്ട്, നീ എവിടെ ഇരുന്നടി, നിനക്ക് ഇത്രയും നാൾ എന്തോ അടി തിരക്കാത്ത? അങ്ങനെയല്ല. ഞാൻ ആ കുഞ്ഞിനെ നോക്കി. ഇതിന്റെ ഒരു പൊളിറ്റിക്സ് ഒക്കെ എന്ന് തോന്നുന്നു ഗൈസ്. നോക്കട്ടോ, കിച്ചുവിനോട് ഈ സ്ത്രീ കാണിക്കുന്ന സ്നേഹം പോലെ രേണാസുനയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതാണ് ഇവർ സമർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇവർക്ക് പബ്ലിക്കായിട്ട് കാണുന്നത് മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. എന്താല്ലേ മനുഷ്യന്മാരെ അവസ്ഥ അലച്ച് കാണുന്നു മാത്രമേ വിശ്വസിക്കുള്ളൂ, അത് മാത്രമേ ഉള്ളൂ. കഷ്ടം. ഇനി മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ സ്നേഹം കാണിക്കണം. ഏതൊരു ഇൻ്റർവ്യൂവിൽ രേണുസുതി മറ്റേ രേണു കിച്ചുവിനെ വിളിക്കണ്ടല്ലോ, കിച്ചു എനിക്കൊരു ഇങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ഡ്രസ്സ് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാവും, ആ കുഴപ്പമില്ല അമ്മ നിങ്ങൾ ചെയ്തോളി എന്ന് പറയില്ലേ? അത്രയും കൊണ്ടുള്ളൂ അത്. അത് തന്നെ മനസ്സിലാക്കുക അവർ തമ്മിലൊരു കമ്പാനിയൻഷിപ്പ് എങ്ങനെ. പിന്നെ മനുഷ്യന്മാരെ ചിലപ്പോൾ ഇത് തല്ലാവും. ഇത് മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ ഇപ്പം തന്നെ അവർ നല്ല രീതിയിൽ പോകണം തന്നെ എങ്ങനെയെങ്കിലും അവർ കുതിരിപ്പുണ്ടാക്കി കത്തറുണ്ടാക്കാനുള്ള പരിപാടി വന്നു. ഇവരൊക്കെ ഡ്രമാറ്റിക്കായിട്ടൊക്കെ സംസാരിക്കാണ്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും അമ്മച്ചേ കഷ്ടം. ഏത് ഡ്രമാറ്റിക്കായി സംസാരിക്കണത് ഈ ഇന്ദു പറഞ്ഞ ചേച്ചി അല്ല കേട്ടോ, ഞാൻ അവരെ കുറിച്ചല്ല പറഞ്ഞു. വേറെ ടീംസ് ഉണ്ടല്ലോ, രേണുവിനെതിരെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണ്ടല്ലോ, കാണ്ടമായിട്ട് ഓരോന്ന് വന്നുകൊണ്ടിരിക്കണത്. മെഗാ സീരിയൽ പരമ്പര. തിരിച്ച് നാട്ടിലോട്ട് പോവാ. കാരണം ഈ കുഞ്ഞ് വളർന്നു വരുന്നു, അവനെ പഠിപ്പിക്കണം. അപ്പൊ എനിക്ക് എവിടെയെങ്കിലും ഒരു പ്രോഗ്രാമിനോ എന്തെങ്കിലും ഒരു കാര്യങ്ങളോ ഒരു ചാനലോ വന്നാൽ പോകണം. അപ്പൊ എനിക്ക് ഇവനെ ഉള്ള കാലം ഇപ്പൊ ആരെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. അതിൽ നീയും വളർന്നു വരുന്നു, നിനക്കും കല്യാണ പ്രായമായിരുന്നു വരുന്നു, അപ്പൊ കുഞ്ഞിനെ നോക്കാൻ ഒരാൾ വേണമല്ലോ. അപ്പൊ ഞാൻ വീട്ടിലോട്ട് പോകാന്ന് പറഞ്ഞ് സത്യം പറഞ്ഞ സുചേട്ടൻ ജീവിച്ചിരുന്നെങ്കിൽ മാത്രമേ സുചേട്ടൻ ആ സത്യം പറയൂ. ചങ്ക് പറിച്ചു കൊണ്ടുപോകും. അറിയാലോ, ഒരു 4 വയസ്സ് സുധിച്ചേട്ടൻ ജീവനോടെ ഇല്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഇതിന് മറുപടി ആര് പറയുന്ന വിചാരിക്കണത്? നിങ്ങൾ എന്താ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്? രേണുസുതിക്കെതിരെ ആൾക്കാർ ആര് വന്നാലും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആര് വന്നാലും എൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ, ഒരു ഡൗട്ട് ഇങ്ങനെയാണ്, ഇതിപ്പോൾ പറയേണ്ട കാര്യം എന്താ? ഇവരെന്താ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നത്? രേണുസുതിക്കെതിരെ എല്ലാവരും എത്തിക്കാനുള്ള പരിപാടി തോന്നണോ? തിരിക്കാനുള്ള പരിപാടി. കുഞ്ഞിനെ നോക്കുമ്പോ ആ കുഞ്ഞിനോടുള്ള ഒരു വാത്സല്യം അല്ലെങ്കിൽ ഒരു ലാളന നമ്മളാരും പറഞ്ഞു തരണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ അവനെ അടക്കി വളർത്തി. അവൻ പോകുന്നതിൻ്റെ അന്ന് സാധനമൊക്കെ മാറ്റിയിട്ട് സുചേട്ടൻ പൊട്ടിക്കരയുമായിരുന്നു. പൊട്ടിക്കരഞ്ഞിട്ട് സുചേട്ടൻ പറഞ്ഞ്, എടാ ഞങ്ങൾക്ക് പോയേ പറ്റുള്ളൂ. ശരി സുചേട്ടൻ പോയി സന്തോഷമായിട്ട് വന്നു പറഞ്ഞു. അതിൻ്റെ ഇടയിൽ കൂടെ പരസ്യം മനസ്സിലായോ? അതായത് ഇത് മറ്റൊന്നുമല്ല, ഈ പറയുന്ന ശാലിനി പോയതിനു ശേഷം വളർത്തി, അതായത് കിച്ചുവിനെ നോക്കിയ ഒരു 3-4 കൊല്ലം നോക്കിയ ഒരു
ഒരു സ്ത്രീയാണ്, പേര് ഇന്ദു എന്നാണ്. അപ്പം അവർ പറയുന്നത് ഞാനാണ് ശാലിനി പ്രസവിച്ചതേ ഉള്ളൂ, ഞാനാണ് അമ്മ. അതിപ്പം അങ്ങനെ തന്നെ ആയിരിക്കാം. ആ ഒരു മാതൃത്വം കാണും. കാരണം കൊച്ചിലേ ഉള്ള നമുക്ക് നമ്മുടെ വീടിന്റെ പരിസരത്ത് തന്നെ നമുക്ക് പലപ്പോഴായിട്ട് കാണാൻ സാധിക്കും. പെറ്റമ്മയെക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് സ്നേഹം, അല്ലെങ്കിൽ എന്റെ മോളെക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആ കൊച്ചിനെ. അത് വളർത്തുമ്പോഴേ, അതായത് ഒരു 4 വയസ്സായ ഒരുത്തിനെ വളർത്തുക എന്ന് പറയുമ്പോഴേ, അവരെ ഇങ്ങനെ കൂടെ കൊണ്ട് നടന്ന് വളർത്തുക എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു മമത, ഒരു ഇഷ്ടം, ഒരു അമ്മ എന്നൊരു സ്നേഹം അവരിൽ ഉണ്ടാവും. അതേ ഒരു സ്നേഹത്തോടു കൂടിയാണ് ഇവർ ഈ ഒരു സംഭവം പറയുന്നത്. ഇനി അടുത്ത ഇവര് ഈ പറയുന്ന ആരെ കുറിച്ച്, റെനാസുനെ കുറിച്ച് പറഞ്ഞ സംഭവം കൂടി കേൾക്കാം. റെനാസുനെ കുറിച്ച് പറയുന്നത് കേൾക്കാന്ന് രായപ്പൻ പറയണതാണ്. നമ്മളങ്ങനെ പറയേണ്ടി വരും. ഞാൻ പൊതുവെ ഒരാളെ ഇരട്ട പേര് വെച്ച് പറയില്ല കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ചില സമയത്ത് കേൾക്കുമ്പോഴേ ഭയങ്കരമായിട്ട് ബാധിക്കും. എനിക്ക് ചെറുപ്പത്തിൽ ഞാൻ പറയണത് ഭയങ്കര ഒരു ചെങ്ങായിയെ വേറൊരു പേരിട്ടായിരുന്നു. എനിക്കത് ഭയങ്കര ട്രോമയായിരുന്നു. സ്കൂളിൽ പോയാലും ഒക്കെ പോയാൽ ഇതിങ്ങനെ വിളിക്കണ്ടാവും. അതേപോലെ എവിടെയും കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കിൽ ഇവർ വളരെ കാഷ്വലായിട്ട് ആ പേരെടുത്ത് പറയും. അപ്പോൾ ചുറ്റുമുള്ള ആൾക്കാർ അന്തം വിട്ടിങ്ങനെ നോക്കും. അത് തെറിയായിരുന്നു അത്. അപ്പോൾ എനിക്കത് ഭയങ്കര, ഇപ്പം എന്നെ ഒരുത്തം വിളിക്കില്ല. വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് തെറി വിളിച്ചാൽ ആദ്യം ഞാൻ കേൾക്കും, പിന്നെ പച്ചത്തെറി തിരിച്ച് വിളിക്കും. അപ്പോൾ ഒരു സമയത്തേക്ക് അങ്ങനെ തെറി പറയുമ്പോൾ തന്നെ ഭയങ്കര വയലൻസ് ആയിട്ട് തോന്നിയാണ്. പക്ഷേ ഇങ്ങനെ നമ്മളങ്ങനെ പ്രതികരിക്കാണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റൂല എന്ന് മനസ്സിലായി. ഈ ചെറിയ കുട്ടി ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ ചെറിയ കുട്ടികളടക്കം നമ്മൾ വണ്ടി കൊണ്ടൊക്കെ പോകുന്ന സമയത്തൊക്കെ അവർ നമ്മളെ സ്നേഹത്തോടുകൂടി വിളിക്കുക, ഏട്ടാ ചേർത്തിട്ടാണ് വിളിക്കേണ്ടത്. പക്ഷെ അവർ കേൾക്കണം, അവർ വിചാരം എന്താ വെച്ചാൽ നമ്മളെ ശരിക്കുള്ള പേര് ഇതാണ്, ഈ പേര് കുട്ടേട്ടാന്നൊക്കെ വിളിക്കണ മാതിരി പേര് വിളിച്ചാൽ നമുക്ക് സന്തോഷമാകുന്നതാണ്. അല്ല, നമുക്കത് ഭയങ്കര വിഷമമാണത്. അത് ഈ നാറികൾക്ക് മനസ്സിലാവൂലെങ്കിൽ എന്താ ചെയ്യുക? രായപ്പൻ ഇന്നവന് അമ്മയില്ല, അച്ഛനില്ല. ഇപ്പൊ കാണുന്നുണ്ടല്ലോ ഈ രേണു എന്ന് പറയുന്ന പുള്ളിക്കാരി ആയാലും അവനെ സ്നേഹമായിട്ട് ഒരു വാക്ക് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒന്നും നെഞ്ചോട് അടക്കുന്നത് എപ്പോഴും പറയും. സ്നേഹത്തോടുകൂടി പറയണത് കേട്ടിട്ടുണ്ടോന്ന്. അപ്പം കേൾപ്പിക്കണം, എന്നാലും വിശ്വാസമാവുള്ളൂ അല്ലേ? എന്താ ഉദ്ദേശിക്കണത്? ഇത് കൃത്യമായ അജണ്ടയാണ്. അവരുടെ വലയിൽ പെട്ടറക്കാണ് ഇന്ദു ചേച്ചി. പാവം ചേച്ചി, നിങ്ങൾ മനസ്സിലാക്കിയത് വേറെ ഉദ്ദേശം വെച്ചിട്ടാണ്. സുചേട്ടൻ്റെ മോനെ എൻ്റെ മൂത്ത മോനാ. എനിക്ക് വേണമെങ്കിൽ ആരോടും പറയാം എൻ്റെ മൂത്ത മോനാ. പക്ഷെ മൂത്ത മോനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മോൻ വളർന്നു വരുന്ന കാലഘട്ടം അവരറിയണം. കൊച്ചു 5-6 ആയ സമയത്ത് ചെന്ന് കെട്ടിയിട്ട് ഇതെന്റെ മോനാന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ശരി, ഇവർ പറഞ്ഞ കാലഘട്ടം മനസ്സിലാക്കണം കുട്ടി വളർന്നു വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് പറയുന്നത്, അവർ തമ്മിൽ കോൺടാക്റ്റ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പം നിങ്ങളെ കാണിച്ചിട്ട് വേണം അത് ചെയ്യാൻ. എന്താ ചേച്ചി ഉദ്ദേശിക്കുന്നത്? കരഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് നമ്മൾ പറയുന്നതൊക്കെ ചെയ്യുക. ഇന്ന് ഞാനിവിടെ കരയുക പോയിട്ട് കരഞ്ഞു വിചാരിക്കുക. ഞാൻ ഇവർ അവമാനിക്കണതല്ല കേട്ടോ. എനിക്ക് നിങ്ങൾ ആ പോയിന്റ് മാത്രം എടുക്കുക, ലോജിക്കൽ സെൻസ് എടുക്കുക. ഒരാൾ കരഞ്ഞ് വെള്ളം പോയിട്ട് ഞാൻ കുറേ അതും ഇതൊക്കെ പറഞ്ഞ് നാട്ടുകാരെ കുറിച്ച് കുറ്റം പറഞ്ഞു വിചാരിക്കും. നിങ്ങളെ മുഴുവൻ വിശ്വസിക്കണമെന്നുണ്ട്. ചിലപ്പോൾ ഞാൻ എന്തൊക്കെ പറയുന്നുണ്ടാവും, എൻ്റെ ഫ്രസ്ട്രേഷൻ വെച്ചിട്ടാവും ചിലപ്പോൾ ഞാൻ ഇതിങ്ങനെ പറയുന്നുണ്ടാവുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റിദ്ധാരണ വെച്ചിട്ടോ ഇമോഷണലായിട്ടുള്ള നമ്മൾ കയ്യിൽ നിന്ന് പോയേക്കണ സമയത്തോ വേറെ ആൾക്കാർ എന്നോട് പല കുറ്റങ്ങളും പറഞ്ഞിട്ട് അതൊക്കെ വെച്ചിട്ടാവും ഞാൻ സംസാരിക്കുന്നുണ്ടാവുക. എന്താ ഉദ്ദേശിക്കണത്? അവനെ വളർത്തേണ്ട രീതി ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പുള്ളിക്കാരിക്കായാലും കൂടെ നിർത്തിയിട്ട് ഇപ്പൊ ഞാൻ ആക്ഷേപിക്കുന്നില്ല. ഇപ്പൊ ഇതിനെ കമന്റ് വരുമായിരിക്കും, എന്നാലും ഞാൻ പറയേണ്ട കാര്യം പറയാം. എന്തായാലും ഈ കുട്ടിക്കും അവരുടെ ആ കുട്ടിക്കും വേണ്ടിയിട്ടാണല്ലോ അവര് വീട് വെച്ച് കൊടുത്തത്. അപ്പം ഇതിനും അതിനും തുല്യമായിട്ട് അവിടെ നിൽക്കേണ്ടല്ലേ? ചേടോ, ഇത് എത്ര വട്ടം പറഞ്ഞതാണ് തുല്യമായിട്ട് നിൽക്കുക. ഇവർ പഠിക്കണത് വേറെ സ്ഥലത്താണ്. അപ്പം അവിടെ താമസിച്ച് അടുത്ത് അവൻ്റെ അച്ചപ്പടെ കൂടെ താമസിച്ചിട്ട് അവിടെ കോളേജിൽ പോകണു. അതിനിപ്പോൾ എന്താ പ്രശ്നം? ചെറിയ പയ്യനാണോ? അവരെ സഹായിക്കുന്ന ആൾക്കാരില്ലേ, അവരൊന്നും മനസ്സ് വെച്ചാൽ ഈ കുട്ടിക്ക് ഇവിടെ നിന്ന് തന്നെ പഠിക്കാമായിരുന്നില്ലേ, അവർക്ക് പഠിപ്പിക്കാമായിരുന്നില്ലേ? എന്നിട്ട് അവര് പറയാൻ എന്ത് എന്റെ മോനാ ഇല്ലേ? അതെ. അപ്പോ റെനാസുനെ ഈ ഒരു സ്ത്രീക്ക്, അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറഞ്ഞ സ്ത്രീക്ക് റെനാസുനെ അറിയത്തില്ല. അവർ തന്നെ പറയുന്നുണ്ട് ഈ രായപ്പൻ എന്താ ഓനൊക്കെ പറയാലേ. കിടന്ന് കാണിക്കുന്ന കുറെ കോപ്രായങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ ഈ പറയുന്ന കിച്ചുവിനെ ഒരു അമ്മയുടെ സ്നേഹം കൊടുത്തതായിട്ട്, അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറഞ്ഞതായിട്ട്, അല്ലെങ്കിൽ ഒന്നൊന്ന് ചേർത്ത് പിടിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമാണ്, നമ്മൾ ആരും അത് കണ്ടിട്ടില്ല. ഈ പറയുന്ന നല്ല വാക്കെന്ന് പറയുമ്പോൾ ഈ നമ്മൾ ഈ ഇന്റർവ്യൂ എടുക്കുമ്പോൾ എന്റെ ഋതപ്പനെയും കാട്ടി ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് പിന്നീട് ഈ പറയുന്ന കിച്ചുവിനെയാണ്, എന്തോ എനിക്ക് അറിഞ്ഞൂടാ എന്നൊക്കെ പറയുന്ന കഴിഞ്ഞാൽ മറ്റുള്ള ഈ പറയുന്ന പലരിടത്തും റെനാസുനെ പറയുന്ന അല്ലെങ്കിൽ കിച്ചുവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിയുന്നുണ്ട്. ആരെ കുറിച്ച് താങ്കൾ ഈ പറയുന്ന ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് പറയുന്നതും ക്യാമറ ഓഫ് ആകുമ്പോൾ താങ്കൾ പറയുന്നതൊക്കെ കൃത്യമായിട്ട് അറിയുന്നുണ്ട്. എങ്ങനെ രായപ്പൻ എങ്ങനെ അറിയണത്? രായപ്പൻ ഇങ്ങനെ നടക്കണ്ടാവില്ല, വൊയൂറിസം എന്ന് പറയുന്നതിന്. എന്താണ് രേണുസുതി പറയുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കുകയായിരിക്കും. ഇങ്ങനെ കുറേ ജന്തുക്കൾ ഇറങ്ങിയിട്ടുണ്ട് ക്യാമറ ഓഫ് ചെയ്തിട്ട് എന്താ പറയണത് അറിയാൻ വേണ്ടിയിട്ട്.
വീട്ടിയുടെ അവസ്ഥ എന്താ ആലോചിച്ചോക്ക്. രേണുസുതി എന്താ ചെയ്യണത്? രേണുസുതി മാമുണ്ടോ? രേണുസുതി കടന്നുറങ്ങിയോ? രേണുസുതി കുളിച്ചോ നനച്ചോ? രേണുസുതി അപ്പിയിട്ടോ? ഇതൊക്കെയാണ് ഇവന്മാർ ശ്രദ്ധിക്കേണ്ടത്. ഇവന്മാർ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കിടക്കുകയാണ്. രേണുസുതി എന്താണ് ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ പറയുന്നത്? ക്യാമറയ്ക്ക് പിന്നിൽ എന്താ പറയുന്നത്? രേണുസുതി എന്ത് പറഞ്ഞില്ല? ഊളകള്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നുണ്ട് അവർക്ക് ആ ഒരു സ്നേഹം നമ്മൾ അങ്ങനെ തള്ളി പറയുകയോ അല്ലെങ്കിൽ ഇപ്പൊ എവിടെ നിന്ന് പൊള്ളിച്ചു പിന്നെ മുട്ടിട്ട് വീണു ഇപ്പൊ ഈ ഒരു അമ്മ സ്നേഹം എങ്ങനെ വന്നു എന്നൊന്നും പറയണ്ട. കാരണം ആ ഒരു പ്രായത്തിൽ ഒരു 4 വയസ്സായ ഒരു കൊച്ചിനെ, അപ്പൊ ഇവര് വിവാഹം കഴിച്ചില്ല, കൊച്ചു പെണ്ണായിരുന്നു. അപ്പൊ ഒരു 3-4 കൊല്ലം ആദ്യമായിട്ട് ഒരു പൊടി കൊച്ചിനെ ഒരു 3-4 കൊല്ലം നോക്കേണ്ടതായിട്ടൊരു അവസ്ഥ വരുമ്പോൾ ഒരു മാത്രം അല്ലെങ്കിൽ ഒരു സ്വന്തം മകനെ പോലെ കണ്ടുപോകും. അത് ഇയാൾക്ക് ആദ്യം ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ആദ്യം ഇയാൾക്ക് കാര്യമില്ല, ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു ശ്രീമാർക്ക് ആരായാലും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ കിച്ചുവിന് ആ ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ ഒരു സ്നേഹവും കാണും. കിച്ചു അന്ന് ചെറുതായത് കൊണ്ട് ആ ഒരു ഓർമ്മ കാണത്തില്ല. ഇപ്പം കിച്ചുവിനെയൊക്കെ വിളിച്ച് സംസാരിച്ചു പറയും. അതുകൊണ്ട് തന്നെ ഇവർ ഈ കറിയുന്നതൊക്കെ കള്ളക്കരച്ചിലാണെന്നോ വെറുതെ ആണെന്നൊന്നും ആരും കരുതണ്ട. നമ്മുടെ ചുറ്റുപാടത്തൊക്കെ നോക്കിയാൽ മതി, നമുക്ക് അറിയാൻ സാധിക്കും. ആദ്യം അതായത് ഒരു നല്ല ഇവിടെ കരച്ചിലാണ് കള്ളക്കരച്ചിലാണ് അതൊന്നല്ല. കൂടുതൽ ആളുകൾ അങ്ങനെയൊന്നല്ല സംസാരിച്ച്. അവരിതിങ്ങ് വന്ന് സംസാരിക്കാനുള്ള അവരൊരു ഉദ്ദേശം എന്താണ്, ഏത് സാഹചര്യത്തിൽ ഏത് സന്ദർഭത്തിലാണ് അവർ സംസാരിക്കുന്നത്, ഇതൊക്കെയാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത്. പിന്നെ ഇവരുടെ വായി തന്നെ പൊട്ടിപ്പോണ ഒരു സംഗതിയുണ്ട്. താജും വീണയും സംസാരിച്ചു. വീണ ഇങ്ങനെ എന്തു പറഞ്ഞായിരുന്നു? എന്താല്ലേ ചേച്ചി എങ്ങനെയായിരുന്നു ജീവിതം? ഡ്രാമ അതിൽ ഡ്രമാറ്റിക് ആയിട്ടാണ് സംസാരിക്കണേ. എന്താണ്? ചെറുപ്പമായിരുന്ന സമയത്താണ് ഈ കിച്ചുവിനെ കൈ കിട്ടുന്നത്. ഏതാണ്ട് 4 വയസ്സ് മുതൽ ഏതാണ്ട് 7 വയസ്സ് വരെ ഇവര് നോക്കി സ്വന്തം മകനെ പോലെ. ഇതെന്താ പറഞ്ഞെന്നെ പറയണേ? ഓരോ പ്രോഗ്രാമിന് പോകില്ല. അപ്പൊ ഇവര് തന്നെയാണ് പിന്നീട് അങ്ങനെ പോലെ പാല് കൊടുക്കുകയും ആഹാരം കൊടുക്കുകയും കൂടെ കിടത്തി കൊടുക്കുകയോ ഉറക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഒരു മാതൃത്വം അല്ലെങ്കിൽ ആ ഒരു മകൻ എന്നുള്ള സ്നേഹം അതിൽ കാണുമെന്നുള്ളതാണ്. ബാക്കി തീർച്ചയായിട്ടും സഹോദരി തന്നെ സഹോദരിയാണ്. അത് ശരിക്കറിയാം, അവളോട് ചോദിച്ചാൽ മതി. ശരിക്കറിയാം ഞാൻ ആരാണ് ശരിയാണ് ചോദിച്ചാൽ. ഇന്ന് ശാലിനി ജീവിച്ചിരിക്കില്ല, ശാലിനോട് ചോദിച്ചാൽ ശാലിനി പറയും ഞാൻ ആരാണെന്ന് സുചേട്ടന്. പിന്നെ എപ്പോൾ ചോദിക്കും രേണു എനിക്ക് അറിയില്ല. രേണുവിന്റെ സത്യം ഞാനിപ്പോൾ പറയും. ഈ യൂട്യൂബിൽ കിടന്ന് ഇങ്ങനെ ഒരു കാണിക്കുന്ന പ്രോഗ്രാം ഞാൻ കാണുന്നല്ലാതെ എനിക്ക് രേണുസുഖ നേരിട്ട് അറിയില്ല. നേരത്തെ ഞാൻ രേണുസുഖ കണ്ടിട്ട് പോയില്ല. പക്ഷേ ശാലിനിയും ശിഖയും ഞാൻ ഇങ്ങനെ നേരത്തെ നിന്ന് സംസാരിച്ച് ഒരു വീട്ടിൽ നിന്നിട്ടുള്ള വ്യക്തികളാണ് ശാലിനിയും ഞാനും ശിഖയും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് കേട്ടോ. രേണുസുധീനെ ഇതിനു മുമ്പ് കണ്ടിട്ട് പോലും ഇല്ല അറിയുന്നു. കാണാത്ത ഒരാളെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. കുറ്റം അങ്ങനെ ചെയ്യണമോ, ഓരോ അതാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ. ഷിക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഓർത്ത് ഷിക ആരാണ്, അത് സൂചിയുടെ 2ാം വൈഫ്. അവളുടെ പേര് വീണ എന്നാണ്. പക്ഷെ എനിക്ക് അറിയാം ഷിക, അതുകൊണ്ട് ഞാൻ ഷിക എന്ന് വിളിക്കുന്ന അവളെ ശരിക്കുള്ള പേര് വീണ എന്നാണ്. അപ്പൊ ഈ പറയുന്ന ഈ ശ്രീമലി ഇവർ അത് ഉറപ്പിക്കുന്നുണ്ട്. വീണ തന്നെയാണ് നമ്മുടെ സുധിയുടെ 2ാം വൈഫ് എന്നുള്ളത്. അതുപോലെ അവരെ കല്യാണം കഴിച്ചതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വീണയെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് കള്ളം ആവർത്തിച്ച് പറയുന്നത്. ഇപ്പൊ വീണയാണോ 2ാമത്തെ വൈഫ്, അതോ ഇനി വയലിനാണോ? ആരോ ആയിക്കോട്ടെ, 2ാം ഭാര്യ എന്തോ ആയിക്കോട്ടെ, ഞാൻ പ്രാധാന്യം കൊടുക്കണത് 1ാം ഭാര്യ 2ാം ഭാര്യ 3ാം ഭാര്യയൊക്കെ വേണമെങ്കിൽ ആദ്യം ഒരു ഭർത്താവ് വേണമല്ലോ, കെട്ടിയിട്ടുള്ള ഒരാൾ വേണമല്ലോ, ഭർത്താവ് വേണമല്ലോ. ഭർത്താവ് ആരാ? കൊല്ലം വന്നിട്ട് ഫ്ലവേഴ്സ് ചാനലിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതാണ് എൻ്റെ 2ാമത്തെ ഭാര്യ, ഇതാണ് എൻ്റെ ഭാര്യ എന്ന്. ഞാനതാ വിശ്വസിക്കുന്നത്. ബാക്കിയുള്ളവർ പലതും പറയും. ഇനി അത് ഇവരെന്താ ആ സമയത്ത് വന്നിട്ട് പറയാണ്ടിരുന്നു? കൊല്ലം അങ്ങനെ പറഞ്ഞ സമയത്ത് ഞാനാണ് 2ാം ഭാര്യ പറഞ്ഞിട്ട് അന്നൊന്നും ആരും വന്നില്ലല്ലോ. ഇപ്പോഴാണ് വരണത്, ആള് മരിച്ചിട്ടില്ലേ? ഇപ്പൊ അറിയാന്ന് പറയുന്നു, ഇനി കെട്ടിയിട്ടില്ല, സർട്ടിഫിക്കറ്റ് ഇല്ല, അങ്ങനെ ഓരോ കാര്യങ്ങൾ മാറ്റി പറഞ്ഞു കൊണ്ട് നടക്കുന്നത് മറ്റാരുമല്ല ഈ പറയുന്ന രേണുസുധ തന്നെയാണ്. രേണുസുധി എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നില്ല. ആ ഒരു പേര് രേണാസുന തന്നെ പറയണം. അത് അങ്ങോട്ട് ഇയാളൊക്കെ എന്ത് ക്രൂരനാണ് ആലോചിച്ചു. ഇയൊരു മനുഷ്യന് ഒരു മിനിമം ഒരു മനുഷ്യപ്പറ്റ് വേണ്ടേ? കഷ്ടം. ശാലിനി അവർക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നീട് ഈ പറയുന്ന വീണയെ വ്യക്തമായിട്ട് അറിയാം. അവർ 3 പേരായിട്ട് ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ കഥകൾ പറയുന്നു. നിങ്ങൾ ആ ചാനലിൽ പോയി, ഓൺലൈൻ മലയാളി എന്താണ് ആ ചാനലിന്റെ പേര്, പോയി കാണുക. അതുമല്ല പിന്നീട് ഈ പറയുന്ന കിച്ചുവിന്റെ അമ്മയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സത്യം പറയാലോ, ഓൺലൈൻ മലയാളിയുടെ അവന്മാര് ഇന്റർവ്യൂ ചെയ്യണ രീതി, ആ ചോദ്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ എനിക്ക് മനസ്സിലാവും. എനിക്ക് പ്രോഗ്രസീവായി തോന്നിയില്ല കേട്ടോ. ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ഒരു അന്വേഷിക്കും, പക്ഷെ ഒരു പ്രത്യേക ടൈപ്പ് രീതിയിലാണ് ഇവർ സംസാരിക്കണത്. ആങ്കറിങ്ങും ചോദ്യങ്ങളും ഒക്കെ എന്ത് കഷ്ടമാണ്. ഇതാണോ ജേർണലിസം? അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയ അല്ലേ? കാശ് കിട്ടിയാൽ മതിയില്ലേ? അതൊക്കെ നമ്മൾ ഇതിനകത്ത് ഇപ്പം വെച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതിനോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ അത് വെക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ചാനലിൽ പോയി കാണുക. വേറെ തോന്നുന്നുണ്ടോ എന്താ കണക്റ്റിംഗ് മീഡിയയെ? ഓന് തന്നെ പണിയെന്ന് തോന്നണത്.
ലിങ്ക് താഴെ കൊടുത്തേക്കാം, പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ എന്തായാലും പുതിയ അമ്മ വന്നിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ സംസാരമൊക്കെ കേട്ടിട്ട് സംസാരമില്ലെങ്കിലും ഒരു കൊച്ചിനെ, ഒരു 4 വയസ്സുള്ള ഒരു കൊച്ചിനെ ഒരു 4, 5, 6, 7 വയസ്സ് വരെ പോറ്റി വളർത്തി വേറെ ആരും ഇല്ലാതെ ഉണയില്ലാതെ ഒറ്റയ്ക്ക് അവർക്ക് ഒരു മമത കാണും. എന്തായാലും റെനാസുനേക്കാട്ട് ഒരു മമത കാണും എന്നുള്ളതാണ്. റെനാസുനയ്ക്ക് അവനോട് ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഇത് കാണിക്കുന്നതൊക്കെ അത് ക്യാമറയുടെ ഫ്രണ്ടിൽ മാത്രമാണെന്ന് പറയാൻ കാരണം വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് മാത്രം. എങ്ങനെ രായപ്പനെ അറിയണത്? രാജു ടോക്സ് മഹാൻ എങ്ങനെ അറിയണത്? ഇത് വെറും ക്യാമറയ്ക്ക് മുന്നിൽ കാട്ടിക്കൂട്ടുന്നതാണ് എങ്ങനെയാണ് മനസ്സിലാവണത്? ഇവന്മാര് സമർത്ഥിക്കണത് അങ്ങനെയാണെന്നേ. വേറൊരാളുടെ ജീവിതത്തിൽ കയറിയിട്ട് മറ്റവർക്ക് സ്നേഹമില്ല, ഇവർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഇവനൊക്കെ ആരാ റൈറ്റ്സ് കൊടുത്തറ? ആരാ അവകാശം കൊടുത്തറണ്? ഒരു സ്ത്രീനെ കുറിച്ച് വേറെ ആൾക്കാർ എന്തെങ്കിലും പറയുമ്പോൾ മുമ്പൊക്കെ ചെകിട്ടത്തടിച്ചിട്ടുണ്ട് പലരും ഇവിടെ. രേണുസുതി അത് ചെയ്യാത്തതുകൊണ്ടായിരിക്കും ഇവന്മാർ പിന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണത്. എന്നെ കുറിച്ചിട്ടോ എങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യനെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു സ്ത്രീനെ കുറിച്ച് എങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവരറിഞ്ഞിട്ടുണ്ടാവും. ഉള്ള കാര്യം പറയാലോ. ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ കാണിക്കുന്നതല്ല. ആ ക്യാമറ ഓഫ് ആകുമ്പോൾ എന്തൊക്കെയാണ് അവനെ കുറിച്ച് പറയുന്നതെന്നും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് ഈവൻ സുധിയെ കുറിച്ച് അവർ എന്തൊക്കെയാണ് പറയുന്നത് വ്യക്തമായി അറിയാം. അതുകൊണ്ടാണ് നമ്മൾ വിമർശിക്കുന്നത് എന്നും കൂടി നിങ്ങൾ ഓർക്കുക. ഗോസിപ്പ് വീരൻ രായപ്പൻ, അത്രയ്ക്ക് പറയുള്ളൂ. ഇല്ല, ഗോസിപ്പ് വീരൻ രായപ്പൻ. ഇവന് ഈ പറയണ സംഗതി ഒന്ന് ആലോചിച്ച് നോക്കി. ഇയാൾ എന്ത് ചെങ്ങായിയാണ്? അവർക്ക് സ്നേഹമല്ല, അവർ ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമാണ് സ്നേഹം അഭിനയിക്കണത്. ക്യാമറയ്ക്ക് പിന്നിൽ സ്നേഹമില്ലാന്ന്. അപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ടല്ലേ ഇവർ മറ്റവനെ വിളിച്ചായിരുന്നു, ആര് കിച്ചുവിനെ വിളിച്ചായിരുന്നു. ഓ, അങ്ങനെയൊക്കെ ഒരു സ്നേഹം ഉണ്ടെന്ന് കാണിക്കുക, ഒരു തെളിവുകൊണ്ടൊക്കെ വരേണ്ട അവസ്ഥ എന്ന് ആലോചിച്ചു. എന്ത് ദയനീയമാണ്. പക്ഷെ ഇത് കഷ്ടമാണ് അല്ലേ.